ലോകകപ്പ് ക്രിക്കറ്റിന്റെ മുഴുവൻ വിശേഷങ്ങളുമായി സൂപ്പർ ഓവർ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അഫ്ഗാൻ ക്രിക്കറ്റ് ടീമിന്റെ കാര്യം പറയുമ്പോൾ ആദ്യം പറയേണ്ട പേര് നായകൻ മുഹമ്മദ് നബിയുടേത് തന്നെയാണ്. അഭയാർത്ഥി ക്യാമ്പിൽ നിന്നാണ് നായകൻ ഉൾപ്പെടെ ടീമിലെ പലരും ക്രിക്കറ്റ് ലോകത്തേക്ക് എത്തുന്നത്. ഇന്നത്തെ മത്സരം വിലയിരുത്താനായി ഞങ്ങളുടെ പ്രതിനിധി സതീഷ് ഓസ്ട്രേലിയയിൽ നിന്നും ചേരുന്നു. സതീഷ്, ഇന്ന് അഫ്ഗാനും ബംഗ്ലാദേശും തമ്മിൽ ഏറ്റുമുട്ടുന്നു. നിരവധി സവിശേഷതകൾ ഇന്നത്തെ മത്സരത്തിനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഫ്ഗാനിസ്ഥാൻ ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. അഫ്ഗാൻ എങ്ങനെ കളിക്കും, അവരുടെ ഒരു ശൈലി എങ്ങനെയായിരിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇതുവരെ കളിക്കളത്തിൽ അവരെ കണ്ടിട്ടില്ല. എങ്കിൽ പോലും ഒരു നല്ല മത്സരം പ്രതീക്ഷിക്കാമോ നമുക്ക്? തീർച്ചയായും ഏറ്റവും വലിയ തെളിവ് കഴിഞ്ഞ മത്സരങ്ങളിൽ വലിയ പോരാട്ട വീര്യം കാണിച്ച അയർലൻഡും സ്കോട്ട്ലൻഡും ഒക്കെയായിരുന്നു. ഈ ബംഗ്ലാദേശ് എന്ന ടീമിനെ മാത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ക്രിക്കറ്റിലെ എല്ലാ വൻ ശക്തികളുമായും അവർ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിൽ പലതിലും അപ്രതീക്ഷിത വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വിജയങ്ങളിൽ ഒരു കൺസിസ്റ്റൻസി അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ് ബംഗ്ലാദേശ് അങ്ങനെ ഒരു വിജയ തുടർച്ചയിൽ പരാജയപ്പെട്ടു പോകുന്നത്? ഈ ലോകകപ്പിൽ ബംഗ്ലാദേശിൻ്റെ സാധ്യതകൾ എത്രത്തോളമാണ്?